നടന്ന ഒരു തമാശ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇന്നലെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് നമ്മുടെ ജിൻഡോ ബ്രോനെ യൂഷ്വലി വന്നു കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ പൊങ്കാലെടുത്ത് ജിൻഡോടെ തലയ്ക്ക് വെക്കുകയാണ്. പക്ഷെ ഇന്നലെ ആ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി നന്നായിന്നോ അല്ലെങ്കിൽ ജിൻഡോയുടെ ഇഷ്ടം കൂടിയെന്നോ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. നമ്മൾ പറയത്തില്ലേ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത, അതെ ജിൻഡോ ബ്രോയ്ക്ക് എല്ലാ സൈഡുകളിൽ നിന്നും കുറെ ആളുകൾ പർപ്പസ്ഫുള്ളി ഇറങ്ങിയിരിക്കുകയാണ് ഓരോ ഡിഗ്രേഡിങ് വീഡിയോസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പ് 5 വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിലൊരു പ്രധാന ഭാഗം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് തുടങ്ങാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് അടിച്ചുകൊണ്ട് തന്നെ പരിപാടി തുടങ്ങാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൊച്ചു കൊച്ചു കമന്റ്സ്, കൊച്ചൊന്നും വേണ്ട, വലിയ വലിയ കമന്റ്സ്, കാരണം വലിയ കമന്റ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വായിക്കാനായിട്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതിന്റെ പേരിലാണ് കേട്ടോ. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പൊ ഇനി വേഗം വീഡിയോയിലേക്ക് പോവാം. പറ്റുന്നതിൽ തുടക്കം മുതൽ സ്ഥിരത പുലർത്തുന്ന മത്സരാർത്ഥിയാണ് ജിൻഡോ. പല ഗെയിമുകളിലും മികച്ച പ്രകടനമാണ് ജിൻഡോ കാഴ്ചവെച്ചിട്ടുള്ളതും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും. ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ പോലും പുറത്ത് അയാളെ പിന്തുണയ്ക്കാൻ ഒരു വലിയ കൂട്ടം പ്രേക്ഷകർ ഉണ്ടാവുന്നതാണ് ജിൻഡോയുടെ കാര്യത്തിൽ കാണുന്നത്. ഈ ചേച്ചി പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയോ മാരകമായ കുറ്റം ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രേക്ഷകർ ക്ഷമിച്ച് നമ്മൾ ജിൻഡോയെ പിന്തുണയ്ക്കുന്നു. ചേച്ചിക്കുള്ള മറുപടി ഞാൻ ഇപ്പൊ തരാട്ടാ, പക്ഷെ ഇതൊന്ന് നിങ്ങളെ ഫുള്ളൊന്ന് കേൾപ്പിച്ച് കഴിയട്ടെ. മറ്റൊരു മത്സരാർത്ഥിക്കും സീസൺ 6 ആ പ്രിവിലേജ് ഇല്ല. ഒരു ഭാഗത്ത് പലപ്പോഴും ബുദ്ധിമോശം പ്രവർത്തിക്കുന്ന മത്സരാർത്ഥി എന്ന ഇമേജ് ജിൻഡോയ്ക്ക് ഉണ്ടെങ്കിലും മറുവശത്ത് ആർക്കും എന്തെങ്കിലും മനസ്സിലായ? ചേച്ചിയുടെ വീട്ടിലുള്ള ആളുകളുടെ കാര്യങ്ങളായിരിക്കും വിശദമായിട്ട് അവിടെ പറയുന്നത്. ആ ചേച്ചി പറഞ്ഞ് പ്രതിപാദിച്ച എല്ലാ കാര്യങ്ങളും ചേച്ചിയുടെ വീട്ടിലുള്ള ആളുകളാണ്. ഈ ചേച്ചിക്ക് ഇതാരാണ് പറഞ്ഞു കൊടുത്തത്? ഇതിന്റെ സൂത്രധാരകൻ, ഇതൊക്കെയാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ. ഇത് കേൾക്കുമ്പോഴേ നിങ്ങളിൽ ചില ആളുകൾക്ക് മനസ്സിലാവും ഇത് ആരുടെ, അതെ ഇതാരുടെ സൃഷ്ടിയാണ് എന്ന്, അല്ലെ? എനിക്ക് അങ്ങനെ ഒരു വലിയ സംശയം തോന്നി. കണ്ണിങ് ആയ ഗെയിമറാണ്. പല ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളതെങ്കിലും കള്ളം പറയുന്നത് ബിഗ് ബോസ് കൈയോടെ പിടികൂടിയിട്ടുണ്ടെങ്കിലും പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചു. ആ പ്രേക്ഷക പ്രീതി ജിൻഡോയ്ക്ക് വോട്ടുകളായി മാറുമെന്ന പ്രതീക്ഷയും BB ആരാധകർ. എന്തുണ്ട് അവസാനം ചേച്ചി പറഞ്ഞ് ജിൻഡോനെ കള്ളനാക്കി. ഇപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പിടികിട്ടോ. ഈ ന്യൂസ് എവിടെ വന്നെന്ന്? അതേ മക്കളെ, നമ്മുടെ വേഷ്യനെറ്റ് ന്യൂസ് ചാനലിലെ അവിടെ ഇത് വരത്തുള്ളൂ. ഇങ്ങനെയുള്ള തരികിട പരിപാടികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കള്ളത്തരങ്ങള് അല്ലെങ്കിൽ ജിൻഡോക്കെതിരെ പടച്ചു വിടുന്ന ഇതുപോലെയുള്ള വൃത്തികേടുകള് അതൊക്കെ വരണമെങ്കിൽ നമ്മുടെ വേഷ്യനെറ്റിൽ നിന്ന് തന്നെ വരത്തുള്ളൂ. വേറെ ഒരു സ്ഥലത്തും വരത്തില്ല. ജിൻഡോ എന്ന് പറയുന്ന ഒരു നല്ല വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പാവം മനുഷ്യനെ ഇല്ലാത്ത നുണ പറഞ്ഞ് ഒരു നുണയനായി ചിത്രീകരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു ഈ വേഷ്യനെറ്റ് ചാനലിന്? ധൈര്യമുണ്ടോ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് പടച്ചു വിട്ട കള്ളം നിങ്ങൾക്ക് വിളിച്ചു പറയാനായിട്ട്? ഇനിയിപ്പോൾ അത് ഏതാണെന്നൊന്നും ചോദിച്ച് ആരും എങ്ങോട്ടും പോകണ്ട. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ആദ്യത്തെ 2ാമത്തെ വീക്കിൽ ഒരു കോൾ വന്നായിരുന്നു, ഫാദറിന് വയ്യാന്ന് പറഞ്ഞുകൊണ്ട്. അത് ഫാദറിന് ഹാർട്ടിന് ബ്ലോക്കാണ്, ജാസ്മിനോട് സംസാരിക്കണം. നമുക്കറിയാം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഷോയിൽ കാട്ടിക്കൂട്ടിയ അശ്ലീലം വൃത്തികേട് വിളിച്ചു പറയാൻ വേണ്ടി വീട്ടിൽ നിന്ന് വിളിച്ചൊരു കോളാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം. അത് കാരണം തന്നെ ജാസ്മിന്റെ ഫാദർ പേടിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിലെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സംഭവിച്ച് ആ വീക്കെൻഡിൽ വന്ന മോഹൻലാല് കൃത്യമായി ഈ ഷോയ്ക്ക് കൂട്ടുനിന്ന് ആ കള്ളത്തിനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞത്. ജാസ്മിനെ ഫാദറിന്റെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നു, ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ, ഇത്രയും പച്ചക്കള്ളം ഷോയിൽ വന്ന് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞ മോഹൻലാലിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി കാണിച്ച ഈ നെറികേട് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കാരണമില്ലാതെ ഇതുപോലെ ഫേക്ക് ന്യൂസ് അടിച്ച് പുറത്തിറക്കി ആളുകളുടെ മുമ്പിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ നിങ്ങൾ ഭയങ്കര അധികം പെടാപാട് പെടുന്നുണ്ട്. നമുക്കറിയാം ഫിനാലെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പലതും ട്രൈ ചെയ്തില്ലേ? ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ എത്ര ദിവസം നമ്മൾ കണ്ടായിരുന്നു. ജിൻഡോ ലൈവിലൊക്കെ വളരെ ടയേർഡായി വളരെയധികം സ്ലീപ്പി ആയി കാണപ്പെട്ടായിരുന്നു. പല വീഡിയോസ് വന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നതിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ജിൻഡോ അവിടെ ഉഷാറായി കണ്ണു തുറന്ന് നടക്കുന്നുണ്ടെങ്കിൽ പല ആളുകളും പ്രതികരിച്ചായിരുന്നു ബിഗ് ബോസ് അല്ലെങ്കിൽ വേഷ്യനെറ്റ് എന്ന് പറയുന്ന ഈ ചാനലിലെ നെറികേടിനെ കുറിച്ച്.
ഓരോ കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന അനീതിയെ കുറിച്ച്. എന്നിട്ട് ഫിനാലെ അടുത്തിരിക്കുന്ന ഈ സ്റ്റേജില് പാവം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്ര മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ടോപ്പ് 5 റിവ്യൂ ഇടാൻ ഹാഫിസിനും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും മാത്രമേ കഴിയുള്ളൂ. അവനായിരിക്കും ഇതൊക്കെ എഴുതി ഒന്ന് വായിക്കൂ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉളുപ്പില്ലാതെ വായിക്കുന്ന ഈ വക ആളുകളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ 10-60 ദിവസം ഈ ബിഗ് ബോസില് അഴിഞ്ഞാടി വേണ്ടാത്ത എല്ലാ വൃത്തികേടുകളും, നമ്മൾ എപ്പോഴും പറയും കടി ഉമ്മ നക്ക്, ഇതൊക്കെ കാണിച്ച ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെയധികം വെള്ള പൂശി പൊന്നാട് അണിയിച്ചുകൊണ്ടാണ് ആ റിവ്യൂല് ഈ വ്യക്തി സംസാരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തലയിൽ എന്തെങ്കിലുമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മനസ്സിലാകും ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്ന ന്യൂസാണ്, ആരാണ് ഇതൊക്കെ ഇതുപോലെ പടച്ചു വിടാൻ വേണ്ടി ഈ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. കാരണം അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ചോറൊക്കെ തന്നെ കഴിക്കുന്നത്, നിങ്ങളെപ്പോലെ തന്നെ അരിയാഹാരം തന്നെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. അത്ര മോശമായ ഒരു റിവ്യൂ ആണ് ഞാൻ കേട്ടത്. അതും ഇനി നിങ്ങൾക്കറിയാം വെറും 2 വീക്ക് മാത്രമേ ഉള്ളൂ ഫിനാലേക്ക്. എന്തിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ പടച്ചു വിടുന്നത്? നമ്മുടെ എന്നും ഇവര് പറയുന്ന ഓരോ വോയിസുകള്, ഭീഷണികള് നമ്മൾ എന്നും കൊണ്ടുവന്ന് നമ്മുടെ ചാനൽ ഇടുന്നുണ്ട്. അത്രയും മോശമായിട്ടാണ് ജിൻഡോക്കെതിരെ ഓരോ ചതിക്കുഴികൾ ഇവർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം നമ്മൾ നോക്കാം. കഴിഞ്ഞ ദിവസം ആ ഗ്ലാസസ് കൊണ്ടുകൊടുത്തപ്പോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയി ക്യാമറയുടെ മുന്നിൽ വന്ന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും ഇന്നസെന്റ് ആയ ഒരു പേഴ്സൺ ആണ്. ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് അത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ്. ഗെയിം കളിക്കാൻ അയാൾ ഒരു സൂപ്പർ ഗെയിമർ തന്നെയാണ്, നല്ലൊരു അടിപൊളി മൈൻഡ് ഗെയിമർ തന്നെയാണ്. താൻ എങ്ങനെ നമ്മൾ അവിടെ ചെന്നിരിക്കുന്നത് നമ്മുടെ ഈ സീക്രട്ട് ഏജന്റിനെ പോലെ മനുഷ്യനായി ഒരു ധ്യാനം കൂടാൻ പോയി ഒരു റിട്രീറ്റ് സെന്റർ ഒന്നുമല്ലല്ലോ. അത് നമ്മളവിടെ പോയിരിക്കുന്നത് അടിപൊളിയായി ഗെയിം കളിച്ച് 1ാം സ്ഥാനം മേടിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ താൻ കളിക്കേണ്ട കളികള് അതിന് ഈ പറഞ്ഞ വ്യക്തികളെ പോലെ ഒരാളുടെ കൂട്ടുകൂടാനോ ഒരു ജാബ്രി കോംബോ ഉണ്ടാക്കാനോ അങ്ങനെ ഒരു കാര്യത്തിനും ജിൻഡോ നിന്നിട്ടില്ല. ഇൻഡിപെൻഡന്റ് ആയി തന്നെയാണ് കളിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. എവിടെ എങ്ങനെ കളിക്കണം, എങ്ങനെ ഒരു കോണ്ടന്റ് ഈ ഷോയ്ക്ക് വേണ്ടി കൊടുക്കണം എന്നൊക്കെ ജിൻഡോ എപ്പോഴും കെയർഫുൾ ആയിരുന്നു. അതൊക്കെ തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങളുടെ ഇടയിൽ ഇത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഇത്രയ്ക്കും പിന്തുണ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് കിട്ടിയത്. അതിന് ഏതൊരു ബിഗ് ബോസ് ആണെങ്കിലും നിങ്ങൾക്ക് പല ആളുകളായിട്ട് പല കോൺട്രാക്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ വിന്നറാക്കിക്കൊള്ളാന്ന് പല ആളുകളും എന്തെങ്കിലുമൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ജനങ്ങൾ ആരും വിഡ്ഢികളല്ല. കുറെ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. സത്യസന്ധമായി നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഉഡായ്പ് കാണിക്കുന്ന ആളുകളാണെങ്കിൽ ഉഡായ്പ് തന്നെ മനസ്സിലാകും. നോക്ക്, നന്ദന, സായി, സിജോ അവര് കളിച്ച ഗെയിം വളരെ മോശമായ ഒരു ഗെയിമായി പോയി. ഇൻഡിവിജ്വലായി കളിച്ച് മുന്നേറേണ്ട ഒരു ഗെയിമില് പർപ്പസ്ഫുള്ളി ഗ്രൂപ്പ് കളിച്ച് മറ്റ് കണ്ടസ്റ്റൻസിനെ എതിരായി കളിച്ചു, അല്ലെങ്കിൽ തെറ്റായി മറ്റുള്ളവർക്കെതിരെ അഹങ്കാരത്തോടുകൂടി എന്ന് നന്ദന നിന്നോ അന്ന് ജനങ്ങൾ നന്ദനയെ അവരുടെ മനസ്സിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി. അത് തന്നെയാണ് നന്ദനയുടെ എവിക്ഷന്റെ പിറകെ നടന്നത്. പിന്നെ സായി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ പറയുന്നുണ്ട് ഞാൻ സീക്രട്ട് ഏജന്റ് അല്ല, ഞാൻ സായി ആണെന്ന്. ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞതിന് ശേഷം ജിൻഡോക്കെതിരെ വളരെ മോശമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരു വ്യക്തിയാണ് സായി. അതായത് ജിൻഡോ നന്ദനയ്ക്കെതിരെ നിൽക്കുവാണെങ്കിൽ സായി ജിൻഡോയെ കപ്പടിക്കാൻ സമ്മതിക്കില്ല. മനുഷ്യനായി മാറി എന്ന് പറയുന്ന സായി എങ്ങനെ ഇത്രയും മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ്? അതൊന്നും ഒരു ഗെയിം സ്ട്രാറ്റജി അല്ല, അതൊക്കെ ഒരു വൈരാഗ്യം എന്ന് തന്നെ നമ്മൾ പറയണം. ഇതൊന്നും അവസാനിക്കാൻ പോണില്ല. വരും ദിവസങ്ങളിൽ ഇതിലും വലിയ വീഡിയോകള്, ഇതിലും വലിയ നുണകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അതും നല്ല പണി ബിഗ് ബോസും ഏഷ്യനെറ്റും നമ്മുടെ ജിൻഡോ ബ്രോയ്ക്ക് കൊടുക്കുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. പക്ഷെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ശക്തി എന്ന് പറയുന്നത് ഈ ഷോ കാണുന്ന ഈ ഷോയില് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുള്ള, ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ നന്മ മനസ്സിലാക്കിയിട്ട ആളുകൾ തന്നെയാണ്. അപ്പൊ ജനങ്ങൾ കൊടുക്കുന്ന വോട്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ആരെന്തൊക്കെ കഥകൾ പടച്ചിറക്കിയാലും അതിനെ കടത്തി വെട്ടണമെങ്കിൽ അതിന് ജനങ്ങളുടെ വോട്ട് തന്നെ ആവശ്യമാണ്. അപ്പോൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും അവസാനം വരെ ജിൻഡോയുടെ കൂടെ ശക്തമായി നിൽക്കണം. നിങ്ങളുടെ ഓരോ കമന്റ്സുകൾ, നിങ്ങളുടെ ലൈക്കുകൾ എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.